ലബനൻ കടുത്ത യുദ്ധത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതായാണ് വാർത്തകളായി പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ ഒരു പേജറിന് ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന പേജറുകൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് കനത്ത തിരിച്ചടി നൽകുകയും രണ്ടോളം ഇസ്രായേലി കമാൻഡിംഗ് ഓഫീസർമാർ, അതായത് മിലിറ്ററിയിലെ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുകയും അത് ഇസ്രായേൽ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഈ ലബനൻ ഇസ്രായേൽ അതിർത്തി പങ്കിടുന്ന വടക്കൻ മേഖലയിൽ നിന്നാണ് ഇത്തരമൊരു ആക്രമണം ഹിസ്ബുള്ള നടത്തിയത്. അതിന്റെ ഫലമായിട്ടാണ് അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഒരു സംഭവങ്ങളിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയത് എന്നാണ് പറഞ്ഞു വരുന്നത്. ഈ പേജറുകൾ ഉപയോഗിച്ചുണ്ടായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക രാജ്യങ്ങൾ ഒന്നടങ്കം ഇത്തരം ഒരു വിഷയത്തിൽ ഇട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇത് ഇതുവരെ ഇല്ലാത്ത ഒരു ആക്രമണ അവലംബ രീതിയാണ്. കാരണം ഇലക്ട്രോണിക്സ് ഡിവൈസുകളെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇത്തരം സാങ്കേതിക വിദ്യകളെ ഉപയോഗിച്ച് അത്തരം ഒരു സാധനം മറ്റുള്ള രാജ്യത്തിൽ നിന്ന് പർച്ചേസ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുക എന്നുള്ളത് ഇതുവരെ ലോകക്രമത്തിൽ കാണാത്ത ഒരു കാര്യമാണ്. അതാണ് ഇപ്പോൾ സത്യത്തിൽ ഇസ്രായേൽ ചെയ്തിരിക്കുന്നത്. വലിയൊരു ഭീകരകൃത്യം എന്നുള്ള രീതിയിൽ വിശേഷിപ്പിക്കാവുന്ന, നമുക്കറിയാം നമ്മുടെ രാജ്യത്തടക്കം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഡിവൈസ് അടക്കം ചൈനീസ് നിർമ്മിതമാണ് അല്ലെങ്കിൽ കൊറിയൻ നിർമ്മിതമാണ്. മറ്റു രാജ്യങ്ങളെ നിർമ്മിച്ച അത്തരം ലൈസൻസ് ഉള്ള കാര്യങ്ങളാണ് നമ്മളടക്കം ഉപയോഗിക്കുന്നുള്ളത്. ഇത്തരം ഒരു സംഗതിയിൽ ഉപയോഗിച്ചുകൊണ്ട് സ്ഫോടനങ്ങൾ നടത്തി ആളുകളുടെ കണ്ണുകളും അല്ലെങ്കിൽ ആളുകളെ കൊല്ലുകയും അല്ലെങ്കിൽ ആളുകളുടെ കൈയും കാലുകളും നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് ഈ ഒരു സംഭവം നീങ്ങി എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പറഞ്ഞു വരുന്നത് ഇതിൽ ഈ കമ്പനിയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഇന്ന് പുറത്തു വരുമ്പോൾ ഇതിൽ നിർമ്മിച്ച കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മലയാളിയുടെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. ആ മലയാളി ബന്ധം ഉള്ള രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോ ആ ഒരു വാർത്തയിലേക്ക് നമ്മൾ ആദ്യം കണ്ടു നോക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ലെബനനിലെ പേജർ സ്ഫോടനത്തിൽ മലയാളിയുടെ കമ്പനിയിലേക്ക് അന്വേഷണം എന്നുള്ള റിപ്പോർട്ടുകൾ വരികയാണ്. നോർവേ പൗരത്വമുള്ള മലയാളി റിൻസൺ ജോസിന്റെ കമ്പനിയെക്കുറിച്ചാണ് അന്വേഷണം. പേജറുകൾ വാങ്ങാനുള്ള സാമ്പത്തിക ഇടപാടിൽ ഇയാളുടെ കമ്പനി ഉൾപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ. ധനേഷ് രവീന്ദ്രൻ ചേരുകയാണ്. ധനേഷ്, ഈ സംശയകരമായ ഇടപാടുകൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ നടന്നു എന്നാണ് വിവരം? ശീതള, ഏതായാലും ലോകത്ത് തന്നെ ഞെട്ടിച്ചത് ഒരു കാര്യമായിരുന്നു പേജർ സ്ഫോടനം. ഈ പേജർ നിർമ്മിച്ച കമ്പനി ഇതുമായി ബന്ധപ്പെട്ടുമൊക്കെ ചില അന്വേഷണങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുന്നതിനിടയിലാണ് ഒരു മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയെ സംബന്ധിച്ചും ചില അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. 3 രാജ്യങ്ങളിലായിട്ടാണ് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടക്കുന്നത്. തായ്വാനിലുള്ള ഒരു കമ്പനിയുടെ പേരിലായിരുന്നു ഈ പേജർ നിർമ്മിച്ചത്. എന്നാൽ തായ്വാനിലെ ആ കമ്പനി ഈ പേജർ നിർമ്മാണം ഹംഗറിയിലുള്ള ഒരു കമ്പനിക്ക് കൈമാറിയിരുന്നു, അല്ലെങ്കിൽ അവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള അനുവാദം കൊടുത്തിരുന്നു എന്നുള്ള കാര്യമാണ് പിന്നീട് വ്യക്തമായത്. ഏതായാലും ഇപ്പോൾ നിലവിൽ ഈ ഹംഗറിയിലെ കമ്പനിയിലേക്ക് ഇത് സംബന്ധിച്ച് ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടിൽ, അതായത് ഈ പേജർ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടിൽ ഒരു മലയാളിയുടെ കമ്പനി ഉൾപ്പെട്ടു എന്നുള്ള വിവരമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് അതിൻ്റെ കൃത്യമായ ധാരണ ഇങ്ങനെയാണ്. അതായത് നോർവേ പൗരനായ മലയാളി റിൻസൺ ജോണിൻ്റെ കമ്പനി ഒരു ബൾഗേറിയയിൽ രജിസ്റ്റർ ചെയ്തൊരു കമ്പനിയാണ് നോട്ട ഗ്ലോബൽ ലിമിറ്റഡ് എന്നുള്ള കമ്പനി. ഈ കമ്പനിയിലേക്കാണ് ഈ പണമിടപാട് നടന്നിരിക്കുന്നത്. അതായത് ഈ പേജർ വാങ്ങുവാനുള്ള പണമിടപാടിൻ്റെ ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട പണമിടപാടിൻ്റെ തുടക്കം ഈ കമ്പനിയിൽ നിന്നാണ്. ഈ കമ്പനിയാണ് പണം ബൾഗേറിയ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ കമ്പനിയാണ് പണം ഹംഗറിയിലുള്ള നിർമ്മാണ കമ്പനിക്ക് കൈമാറിയത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഈ പേജർ വാങ്ങുന്നതിന് ഹിസ്ബുള്ള നടത്തിയ സാമ്പത്തിക ഇടപാടിൽ മലയാളിയുടെ കമ്പനിയും ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ കമ്പനി വഴിയാണ് പണം ഇതിൻ്റെ നിർമ്മാതാക്കളിലേക്ക് പോയത്. അപ്പോൾ ആ നിർമ്മാതാക്കളിലേക്ക് പണമിടപാട് നടന്നൊരു സാഹചര്യത്തിൽ കമ്പനിയെ സംബന്ധിച്ചും ചില അന്വേഷണങ്ങൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുക എന്നുള്ള കാര്യമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ കമ്പനിയുടെ ഉടമസ്ഥനായ മലയാളി റിൻസൺ ജോസുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം പ്രതികരിച്ചില്ല എന്നുള്ള കാര്യമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത്. ഓക്കെ, അപ്പോ അങ്ങനെയാണ് റിൻസൺ ജോൺസൺ നോർവേ പൗരത്വമുള്ള മലയാളിയാണ്. ഇദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു കമ്പനി മുഖാന്തരമാണ് ഇത്തരം ഒരു ഡീൽ നടന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിന് നോർവേ പൗരത്വമാണ് ഉള്ളത്, മലയാളിയാണ്. പക്ഷെ
അങ്ങനെയാണ് കാര്യങ്ങൾ. ഇത് ഹംഗറിയിൽ നിർമ്മിച്ചതാണെന്ന് പറയുന്നു. ആദ്യം ഇതാണ് തായ്വാൻ കമ്പനിയുടേതാണ് ഈ പേജറുകൾ. പക്ഷെ അവർ നിർമ്മിച്ചത് അവരുടെ നിർമ്മാണ യൂണിറ്റ് എന്നുള്ളത് അത് എന്താണ് ഹംഗറി ആയിരുന്നു. പക്ഷെ അവിടെയും ഇതിന്റെ അവിടെയുമല്ല, ഇതിന്റെ കൂടുതൽ അന്വേഷണങ്ങൾ നിൽക്കുമ്പോൾ ഇത് നോർവേയും ബൾഗേറിയയും ഒക്കെ ആയി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പറഞ്ഞു വരുന്നത് ഈ പേജറുകൾക്ക് നേരെയുണ്ടായ ഈ പേജറുകൾ ഉപയോഗിച്ചുണ്ടായ ഈ ആക്രമണം എന്നുള്ളത് അതീവ ഗുരുതര സ്വഭാവത്തിലുള്ളതാണ്. ലോകരാജ്യങ്ങളൊക്കെ ഇതിനെ കാണുന്നത് അത്തരത്തിലാണ്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസ്, അതായത് ഉദാഹരണത്തിന് നമ്മുടെ ഫോണുകൾ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ, ഈ ലബനനിൽ നിന്ന് ഇലക്ട്രോണിക് ഡിവൈസുകൾ അടക്കം പൊട്ടിത്തെറിച്ചു എന്ന രീതിയിലും വാർത്തകൾ വരുന്നുണ്ട്. കാരണം ഐഫോൺ അടക്കം പൊട്ടിത്തെറിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും പേജറുകൾ ഉപയോഗിച്ചുള്ള ഈ ഒരു ആക്രമണം ഇലക്ട്രോണിക് ഡിവൈസുകളെ പറ്റിയുള്ള കൂടുതൽ ചർച്ചകളിലേക്ക്, കാരണം ഒരു രാജ്യവും ഇതുവരെയായിട്ട് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്ക് നീങ്ങിയിട്ടില്ല. തങ്ങൾ ഏത് യുദ്ധത്തിലാണെങ്കിലും ഏത് രീതിയിലുള്ള ആക്രമണത്തിലോ അല്ലെങ്കിൽ എത്തരത്തിലുള്ള യുദ്ധത്തിലുമായിട്ടോ ഉള്ള സന്ദർഭങ്ങളിൽ പോലും ഇത്തരം ഒരു ആക്രമണ രീതി ഉപയോഗിച്ചിട്ടില്ല. ഇത് ഇസ്രായേൽ ലോക ചരിത്രത്തിൽ തന്നെ ഇതുവരെ ഇല്ലാത്ത പുതിയ രീതിയിലുള്ള ഒരു കുറ്റകൃത്യം, അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ആക്രമണം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു സംഗതി ചെയ്തിരിക്കുകയാണ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ അടക്കം, നമ്മളിപ്പോൾ ചൈനയുടെ ഫോണുകൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിർമ്മിച്ച സംഗതികളാണ് ഉപയോഗിക്കുന്നുള്ളത്. പക്ഷെ ഇതും നാളെ പൊട്ടിത്തെറിക്കാമോ എന്നുള്ള രീതിയിലുള്ള വലിയ ചർച്ചകളിൽ. കാരണം ഇന്ത്യയും ചൈനയും എപ്പോഴും ഒരു പരസ്പരം എതിരാളി രാജ്യങ്ങളാണ്, എതിര് നിൽക്കുന്ന രാജ്യങ്ങളാണ്. കാരണം ഇന്ത്യ ലോകത്തിന്റെ പ്രബലമായ ഒരു ശക്തിയായ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ചൈന അതിൽ വലിയൊരു ശക്തിയായി ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ എന്നുള്ള രാജ്യത്തെ ജനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസുകളിലേക്കും ഇത് ഇത്തരത്തിൽ ചെയ്താൽ, ചൈന എന്നുള്ള രാജ്യം നമ്മുടെ രാജ്യത്തെ ആക്രമിക്കാൻ ഇത്തരത്തിലൊരു കാര്യങ്ങളിലേക്ക് ചെയ്താൽ എങ്ങനെയായിരിക്കും ഇതിന്റെ സാധാരണ ജനങ്ങളെ മൊത്തം ബാധിക്കുന്ന ഒരു പ്രശ്നത്തിലേക്ക് കൂടി ഇത് വലിച്ചെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പെഗാസസിനെ പറ്റിയുള്ള വലിയ ആരോപണങ്ങൾ ഇന്ത്യൻ പാർലമെന്റിലും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ സുപ്രീം കോടതിയിലും അടക്കം കേസുകളായി നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണിത്. സർക്കാർ ഇത് നിഷേധിച്ചിട്ടുണ്ട്, പലതരത്തിലുള്ള നിഷേധാത്മക സമീപനം സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും പെഗാസസ് വാങ്ങിയിട്ട് ഇന്ത്യയിൽ രാഷ്ട്രീയ എതിരാളികളും സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്നവരെയും അടക്കം നിരീക്ഷിക്കാനുള്ള പെഗാസസ് ഉപയോഗിച്ചുള്ള ചോർത്തലുകൾ ഉണ്ടായതായിട്ടുള്ള വാർത്തകൾ നമ്മുടെ രാജ്യത്തും ഉണ്ടായിട്ടുണ്ട്. ഇത് വാങ്ങിയിട്ടുള്ളത് ഇസ്രായേലിൽ നിന്നാണ്. പറഞ്ഞു വരുന്നത്, ഇസ്രായേൽ ഇത്തരത്തിലുള്ള ഒരു രീതി അവലംബിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത്, അതായത് ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സർക്കാർ ഇന്റലിജൻസ് സംവിധാനങ്ങളിൽ നമ്മുടെ രാഷ്ട്ര നേതാക്കൾ ഉപയോഗിക്കുന്ന ഡിവൈസുകൾ, അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്ര നേതാക്കൾ ഉപയോഗിക്കുന്ന നമ്മുടെ മിലിറ്ററി അല്ലെങ്കിൽ രാജ്യത്ത് സുരക്ഷാ സംബന്ധമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഡിവൈസുകൾ, അതല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട നയതന്ത്ര പ്രതിനിധികൾ ഉപയോഗിക്കുന്ന ഇത്തരം മൊബൈലുകൾ, അല്ലെങ്കിൽ ഇത്തരം ഉപകരണങ്ങൾ, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഏത് രീതിയിൽ ചോർത്തപ്പെടും എന്നുള്ള രീതിയിലും, ഇതിനെ ഏത് രീതിയിൽ നമുക്കെതിരെ പോലും ഉപയോഗിക്കാവുന്ന ഉപകരണമാക്കി മാറ്റാൻ ഒരു രാജ്യം ശ്രമങ്ങൾ നടത്തിയാൽ ഏത് രീതിയിലായിരിക്കും എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് കേവലം ഹിസ്ബുള്ളയോ ലെബനനെയോ അല്ലെങ്കിൽ ഫലസ്തീനെയോ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. ഇത് ലോകത്തെങ്ങാനുമുള്ള രാജ്യങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. ലോകത്ത് ഒരു രാജ്യവും ചെയ്യാത്ത രീതിയിലുള്ള ഒരു കുറ്റകൃത്യത്തിലേക്കാണ് ഇസ്രായേൽ നീങ്ങിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ പേജറുകൾ കേവലം ഇതിന്റെ ആക്രമണത്തിന്റെ ഇരകളാക്കപ്പെട്ടത് ഹിസ്ബുള്ളയുടെ അംഗങ്ങൾ മാത്രമല്ല. ഹിസ്ബുള്ളയും ഇസ്രായേലും യുദ്ധമുണ്ടായാൽ അതിന്റെ കെടുതി, അല്ലെങ്കിൽ അത് അത്തരത്തിൽ ഹിസ്ബുള്ളയുടെ മിലിറ്ററിയും അല്ലെങ്കിൽ ഇസ്രായേലിന്റെ മിലിറ്ററിയും തമ്മിലുള്ള യുദ്ധമായിട്ടാണ് മാറേണ്ടത്. പക്ഷേ അവിടുത്തെ പൊതുസമൂഹത്തെ അടക്കം, ജനങ്ങളെ അടക്കം ഈ പേജറുകളുടെയും അല്ലെങ്കിൽ ഇത്തരം ഇലക്ട്രോണിക് ഡിവൈസുകളുടെ നേർക്കുണ്ടായ ആക്രമണം ബാധിച്ചിട്ടുണ്ട്. ലെബനൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലെബനൻ പൂർണ്ണമായിട്ടും ഒരു ഇസ്ലാമിക രാജ്യമൊന്നുമല്ല. വലിയൊരു ശതമാനം, 40% കൂടുതൽ ക്രിസ്ത്യാനി
കമ്പനികളുള്ള ഒരു രാജ്യമാണ്. അവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത് പ്രസിഡന്റ് എന്നുള്ള ഒരു പദവി മുസ്ലിങ്ങൾക്ക് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്നുള്ള പദവി അത് ക്രിസ്ത്യൻ വിഭാഗത്തിന് നൽകുന്ന ഒരു രീതിയാണ് അവിടുത്തെ ജനാധിപത്യ ക്രമം എന്നുള്ളത്. അത്തരത്തിലുള്ള ഒരു രാജ്യമാണ്. വലിയൊരു ശതമാനം ക്രിസ്ത്യൻ വിഭാഗക്കാരും താമസിക്കുന്ന രാജ്യമാണ് ലബനൻ എന്നുള്ളത്. കേവലം ഹിസ്ബുള്ളയുടെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളല്ല. ഹിസ്ബുള്ള അവിടുത്തെ ഒരു പ്രസ്ഥാനം മാത്രമാണ്. ഹിസ്ബുള്ള അവിടുത്തെ ഒരു രാഷ്ട്രീയ പാർലമെന്റിലടക്കം അംഗങ്ങളുള്ള ഒരു വിഭാഗം മാത്രമാണ്. അവിടുത്തെ സുന്നി വിഭാഗവുമല്ല, ഇതൊരു ഷിയ മിലിഷ്യൻസ് ഗ്രൂപ്പാണ്. സുന്നികൾ വേറെ തന്നെയുണ്ട്. ഇത്തരത്തിൽ നോക്കുമ്പോൾ അവിടുത്തെ ജനങ്ങളെ ബാധിച്ചു എന്ന് പറഞ്ഞാൽ ഇത് കേവലം മുസ്ലിങ്ങളെ മാത്രം അല്ലെങ്കിൽ ഹിസ്ബുള്ളയെ മാത്രം ബാധിച്ചിട്ടുള്ള പ്രശ്നമല്ല. അവിടുത്തെ ജനങ്ങൾക്കിടയിൽ തന്നെ വലിയ അരക്ഷിതാബോധം ഉണ്ടാക്കാൻ ഇത് കാരണമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ രാജ്യത്ത് നമ്മൾ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട നയതന്ത്ര പ്രതിനിധികൾ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ പല പ്രമുഖരായ ആളുകൾ ഉപയോഗിക്കുന്ന പലതരം ഇലക്ട്രോണിക് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എത്രമാത്രം സുരക്ഷിതമാണ് എന്നുള്ള രീതിയിലുള്ള, കാരണം നമ്മൾ വേറൊരു രാജ്യത്ത് നിന്ന് പർച്ചേസ് ചെയ്ത സംഗതികളായിരിക്കാം ചിലപ്പോൾ ഐഫോണോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളോ നമ്മൾ പുറത്തു നിന്നും പ്രൊഡക്റ്റ് ഉണ്ടാക്കിയതാണ് നമ്മൾ വാങ്ങുന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ പോലും ബാധിക്കാവുന്ന ഒരു രീതിയിലേക്ക് ഇത്തരം കാര്യങ്ങൾ മറ്റുള്ള രാജ്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ ഇത് അപകടകരമായ സ്ഥിതിവിശേഷത്തിലേക്ക് മാറും. അതുകൊണ്ട് തന്നെ ലോകത്ത് ഇപ്പോൾ ജപ്പാനായാലും അല്ലെങ്കിൽ ജർമ്മനി മറ്റ് രാജ്യങ്ങളായെങ്കിലും തായ്വാനായാലും ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള രാജ്യങ്ങളൊക്കെയും ഇതിനെതിരെ ഒരു നെട്ടൽ അനുഭവപ്പെടുന്നതോടൊപ്പം കൃത്യമായിട്ടുള്ള മോണിറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ്, നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ശക്തമായിട്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. കാരണം ഇത് അവലംബിക്കാത്ത ഒരു മാർഗത്തിലൂടെ കൃത്യമായിട്ട് ഇത്തരം ആക്രമണ രീതികൾ ചെയ്യുമ്പോൾ ഇത് പല രാജ്യത്തും പല രീതിയിലുള്ള അനുകരണങ്ങളും ഇത്തരത്തിൽ ഉണ്ടാകും. അത് ഓരോ രാജ്യത്തിൻ്റെയും സുരക്ഷിതത്തെയും അല്ലെങ്കിൽ മൊത്തം ലോകക്രമത്തെയും ബാധിക്കാൻ കാരണമാവുന്ന സംഭവമായിട്ട് മാറും എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഹിസ്ബുള്ള ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ തിരിച്ചടിക്കും എന്നുള്ളതാണ്. അത് ഇത്രയും തിരിച്ചടി, ഹിസ്ബുള്ളയുടെ 500ഓളം അംഗങ്ങൾക്ക് കാശ് നഷ്ടപ്പെട്ടതായിട്ടുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും കഴിഞ്ഞ ദിവസം മിസൈൽ ആക്രമണത്തിലൂടെ 3 ഇസ്രായേലി മിലിറ്ററി ഓഫീസർമാരെ കൊലപ്പെടുത്താൻ ഹിസ്ബുള്ളക്ക് സാധിച്ചു. അവരുടെ തലവൻ ഹസൻ നസ്രുള്ള പറഞ്ഞിരിക്കുന്നത് ഇത് ഒരു യുദ്ധത്തിന്റെ തുടക്കമാണ്, അല്ലെങ്കിൽ ഇത് പൂർണ്ണമായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് യുദ്ധപ്രഖ്യാപനമാണ് ഇസ്രായേലിന്റെ. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രതിരോധങ്ങൾ ഉണ്ടാക്കേണ്ടി വരും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷം എന്നുള്ളത് അതിൽ നിന്നും മാറി ലോകക്രമത്തെ തന്നെ മാറ്റാനുള്ള ഒരു സംഘർഷമായി മാറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന് ആദ്യം തന്നെ അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നോക്കുമ്പോൾ ഇത് വലിയ രീതിയിലുള്ള സംഭവവികാസങ്ങൾ കേവലം കഴിഞ്ഞ ഒക്ടോബർ 7 തുടങ്ങി ഇപ്പോൾ ഒരു വർഷത്തോടടുക്കുന്ന ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റ്, അതായത് തൂഫാനുൽ അക്സ, ഹമാസ് തുടങ്ങി വെച്ച തൂഫാനുൽ അക്സ അതിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളും ഇതിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബന്ധപ്പെടുന്ന രീതിയിലേക്ക് ഇത് മാറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇസ്രായേൽ ഈ കളിച്ചിട്ടുള്ള കളി അത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്ന ഏർപ്പാടാണ്. കാരണം ഈ ഒരു രീതി എന്നുള്ളത്, ഈ ഒരു ആക്രമണ രീതി എന്നുള്ളത് തികച്ചും അപലപനീയമാണെന്ന് ലോക സമൂഹം ഒന്നടങ്കം പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി എന്നതാണ് ഇതിൽ സംഭവിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം.